ക്ഷേത്ര വാർത്തകൾ നിങ്ങളിലേക്ക് എത്തിക്കുന്നു ക്ഷേത്ര ന്യൂസ്. ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യൂ. ഓം നമ ശിവായ. തിരുവഞ്ചിക്കുളം മഹാദേവ ക്ഷേത്രത്തിലെ ചോതി മഹോത്സവം പ്രൗഢഗംഭീരമായി നടന്നുകൊണ്ടിരിക്കുകയാണ്. തമിഴ്നാട്ടിൽ നിന്നും ഏകദേശം 5000-ലും 10,000-ൽ പരം ആളുകൾ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന ഈ മഹോത്സവം പ്രൗഢഗംഭീരമായി നടത്തപ്പെടുന്നു എന്നതിൽ അതീവ സന്തോഷമുണ്ട്. ഇന്നലെ കൊടുങ്ങല്ലൂർ ക്ഷേത്രത്തിലേക്ക് നമ്മുടെ ക്ഷേത്രത്തിൽ നിന്നും ചേരമാൻ പെരുമാളിനെയും സുന്ദരമൂർത്തിയെയും വെള്ളക്കുതിരയും വെള്ള ആനയും കൂടി കൊണ്ടുപോയി അവിടെ വെച്ച് കിഴക്കേ നടപ്പന്തലിൽ പൂജാതി കർമ്മങ്ങളും മറ്റും ചെയ്ത് അവിടുന്ന് വിശേഷാൽ വാദ്യഘോഷങ്ങളോടുകൂടി ആഘോഷമായി തന്നെ ഏകദേശം 11 മണിയോടെ ഇവിടെ എത്തിച്ചേർന്നു. ആ സമയത്ത് കൊച്ചിൻ ദേവസ്വം ബോർഡിൻ്റെ തിരുവഞ്ചിക്കുളം ദേവസ്വത്തിലെ എല്ലാ ജീവനക്കാരും ഒത്തൊരുമിച്ച് അവരെ വരവേൽക്കുകയും അതുപോലെ മറ്റു ചടങ്ങുകളിൽ അവരോടൊപ്പം പങ്കാളിത്തം അരുളുകയും ചെയ്തതിൽ അതീവ സന്തോഷമുണ്ട്. ഇന്നും രാവിലെ മുതൽ തുടങ്ങിയ അഭിഷേകങ്ങളും മറ്റു പൂജാ ചടങ്ങുകളും തന്ത്രിയുടെ മുഖ്യ കാർമ്മികത്വത്തിലുള്ള ശംഖാഭിഷേകവും എല്ലാം വളരെ ഭംഗിയായി നടന്നു. ഇത്രയും അധികം മറുനാട്ടിൽ നിന്നും തമിഴ്നാട്ടിൽ നിന്നും ഇത്രയും അധികം ഒരേ സമയം പങ്കെടുക്കുന്ന ഒരു പരിപാടി അല്ലെങ്കിൽ ഒരു ആഘോഷം അല്ലെങ്കിൽ ഒരു ചടങ്ങ് കേരളത്തിൽ ഈ ഒരേ ഒരു ക്ഷേത്രത്തിൽ മാത്രം കാണാവുന്ന ഒരു പ്രത്യേകതയാണ്. അത്തരത്തിലുള്ള ഈ ചടങ്ങിൽ ഭാഗവാക്കാവാൻ കഴിഞ്ഞതിൽ മഹാദേവനോട് പ്രത്യേകം എൻ്റെ നന്ദി അല്ലെങ്കിൽ എൻ്റെ ആ കടപ്പാട് അറിയിക്കുകയാണ്. തീർച്ചയായും ഇത്തരം ചടങ്ങുകൾ അതീവ ഭംഗിയായി തന്നെ കൊണ്ടാടുവാൻ സഹകരിച്ച എല്ലാ ശിവഭക്തന്മാരോടും എല്ലാ ഭക്തജനങ്ങളോടും ഭക്തിയാദരപൂർവ്വം കൊച്ചിൻ ദേവസ്വം ബോർഡിൻ്റെയും തിരുവഞ്ചിക്കുളം ക്ഷേത്രത്തിൻ്റെയും മറ്റെല്ലാ ഞങ്ങളുടെ ജീവനക്കാരുടെയും പേരിൽ ഒറ്റവാക്കിൽ നന്ദി അറിയിച്ചു കൊള്ളട്ടെ. എൻ്റെ പേര് മീര, റവന്യൂ ഇൻസ്പെക്ടർ, കൊച്ചിൻ ദേവസ്വം ബോർഡ്. ഓം നമ ശിവായ. തിരുവഞ്ചിക്കുളം മഹാദേവ ക്ഷേത്രത്തിലെ ചോതിയോടനുബന്ധിച്ച് ശിവഭക്തരായിട്ടുള്ള ജനങ്ങൾ ഇവിടെ വരികയും അവരെ ഇന്നലെ മുതൽ ഇവിടെ ക്ഷേത്രസന്നിധിയിൽ വന്നിട്ടുള്ളതും കൊടുങ്ങല്ലൂർ ക്ഷേത്രത്തിൽ പോയി അവിടെ കുറച്ച് ചടങ്ങുകളും മറ്റും കഴിച്ച് തിരുവഞ്ചിക്കുളം മഹാദേവ ക്ഷേത്രത്തിലേക്ക് വന്ന സമയം കൊച്ചിൻ ദേവസ്വം ബോർഡിൻ്റെ ജീവനക്കാരും ദേവസ്വം ഓഫീസർ ഉൾപ്പെടെയുള്ള ക്ഷേത്ര ജീവനക്കാരുൾപ്പെടെ അവരെ ആദരിക്കുകയും മറ്റ് ചടങ്ങുകളും ഇന്നലെ നടത്തുകയും ഉണ്ടായിട്ടുള്ളതാണ്. അപ്പോൾ അത് നടത്തിയത് ഇപ്പോഴത്തെ ഈ വന്നിട്ടുള്ള ഈ ചോദിക്ക് വന്നിട്ടുള്ള തമിഴ്നാട്ടിലെ ദേശവാസികൾക്ക് വളരെയധികം പറയാൻ പറ്റാത്ത അത്ര സന്തോഷത്തിലാണ് അവരിപ്പോൾ ആയതിനാൽ അവർക്ക് ഇത് ചെയ്തതിന് കൊച്ചിൻ ദേവസ്വം ബോർഡിൻ്റെ പേരിലും എൻ്റെ സ്വന്തം പേരിലും നന്ദി രേഖപ്പെടുത്തുന്നു. ക്ഷേത്ര വാർത്തകൾ നിങ്ങളിലേക്ക് എത്തിക്കുന്നു ക്ഷേത്ര ന്യൂസ്. ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യൂ.